നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈടാ എപ്പോഴെങ്കിലും ഞാൻ ആർക്കെങ്കിലും ഒരു പാർട്ടി കൊടുത്തായിരുന്നു നിനക്കറിയോ? ഇത്രയും കാലത്തിന് ശേഷം ഇന്നലെ രാത്രിയിലെ നീ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചതും എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ശല്യം ചെയ്തതും. ഓക്കെ, അതുകൊണ്ട് ഞാനിന്ന് അശോകന്റെ കടയിൽ നിന്ന് നിനക്കൊരു സ്ട്രോങ് ചായ വാങ്ങിത്തരും. ചായ എന്ന് എനിക്ക് വേണ്ട, നേരെ ഉച്ചയാൻ പോവാ. ഒരു ലഞ്ചെങ്കിലും എനിക്ക് വാങ്ങിച്ചാ. ലഞ്ചും കിഞ്ചൊന്നുമില്ല, സ്ട്രോങ് ചായ. അശോകന്റെ കടയിൽ നിന്ന് ഒരു സ്ട്രോങ് ചായ. ഒന്ന് പോയടാ നീ. നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അശോകന്റെ ചായക്കട നമ്മുടെ ഓഫീസിന്റെ അടുത്തല്ലേ, നീ വണ്ടി എടുക്ക്. അശോകേട്ടന്റെ ചായക്കടയിലേക്കല്ല, രാജേഷിന്റെ ഓഫീസിലേക്കാ ഞാൻ പോകാൻ പോകുന്നത്. അതെന്തിനാ അഭി? ഇപ്പോഴല്ലേ നമ്മൾ അവിടെ ഇറങ്ങിയത്. നാളത്തെ പെണ്ണ് കാണല് കയ്യോടെ ക്യാൻസൽ ചെയ്തേക്കാം. ഓക്കെ, ലഞ്ചെങ്കിൽ ലഞ്ച്. ആ ഫ്രോഡ് പെണ്ണ ഒരു 450 രൂപ തരാനുണ്ട്. അത് വാങ്ങിയ ഒരു ഉഗ്ര ശാപ്പാടടിക്കാം. ഞാൻ അവളൊന്ന് വിളിക്കട്ടെ. ഞാൻ നിന്നെ വീട്ടിൽ വിട്ടേക്കാം. നമുക്കേ എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് പോവാൻ പ്രിയ. അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ആഹാരം കഴിച്ചിട്ടേ വരാവൂന്ന്. ഇവിടെ അടുത്തൊരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ നല്ല ഫുഡാ. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. അവള് ഫോൺ എടുക്കുന്നില്ല. നിനക്കിന്നൊരു ഹോട്ടൽ ലഞ്ചിന് ഭാഗ്യമില്ലെന്ന് വെച്ചോ. തൽക്കാലം നമുക്കിന്ന് ചായ. നാളെ പെണ്ണ് കാണാൻ പോവാൻ നിനക്കും ഭാഗ്യമില്ലെന്ന് വെച്ചോ. എടാ, എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കല്ല അഭി. നീ വണ്ടി എടുക്ക്. എനിക്കും കഴിക്കണം. ലൈറ്റ് ആയിട്ട് വലതും ലഞ്ച് എടുത്തില്ലല്ലോ. അയ്യോ, ഇവിടെയോ? അതെ. എടാ, ഇതൊരു നോൺ വെജിറ്റേറിയൻ ഹോട്ടലാ. ഇതേ കുഴിമന്തി എന്നൊക്കെ കണ്ടില്ലേ? അതെ, അതിനെന്താ? നീ നോൺ വെജ് കഴിക്കാറുള്ളൂ അല്ലേ? കഴിക്കും, വീട്ടിൽ ഉണ്ടാക്കുന്നത് കഴിക്കും. അത് മാസത്തിൽ 2 തവണ മാത്രം. ഹോട്ടലിലൊക്കെ അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. എടാ, നമുക്കേ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വിചാരിച്ചതാ ഉച്ചയ്ക്ക് ഒരു മട്ടൻ ബിരിയാണി കഴിക്കണോ. നീ വാ, ഒന്ന് വേഗം നടക്കടേ. വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. കൊള്ളാല്ലേ, കൊറേ നാളായി വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് റെസ്റ്റോറന്റ്? വെരി നൈസ്. വാഷ്റൂമിൽ പോയിട്ട് വരാം. മട്ടൻ ബിരിയാണി. നീ ഇവിടെ പോണു? കയ്യേട്ടാ. ആദ്യം ഇവിടുത്തെ വിലയൊക്കെ ഒന്ന് നോക്കാം, എന്നിട്ട് കഴിക്കണോ കഴിക്കണ്ടേ തീരുമാനിക്കാം. വില നോക്കല്. എടാ, നീ ഇത് എങ്ങോട്ടാ കൊണ്ടുപോണേ? കൊള്ളാം. നമുക്ക് ഓരോ മട്ടൻ ബിരിയാണി കഴിച്ചാലോ പ്രിയ? അയ്യോ, മട്ടൻ ബിരിയാണി ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആവും. നമുക്കൊരു ചിക്കൻ ബിരിയാണി കഴിക്കാം. ഇവിടുത്തെ മട്ടൻ ബിരിയാണി വളരെ നല്ലതാ. ഞാനും അച്ഛനും കൂടി ഒരിക്കൽ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. അതുമല്ല, ഞാൻ ചിക്കൻ കഴിക്കാറില്ല. അതെന്താ? ചിക്കൻ എനിക്ക് ഇഷ്ടമല്ല, അത് തന്നെ. എന്താ വേണ്ടേ? 2 മട്ടൻ ബിരിയാണി. ഓക്കെ, വേറെന്തെങ്കിലും? വേണ്ട. സർ, ഇവിടെ ക്യാഷ്ഡ് ആണ്. ഓൺലൈൻ പേയ്മെന്റ് ഇല്ല സർ, സെർവർ പ്രോബ്ലം. ഓ, സെർവർ പ്രോബ്ലം. രാവിലെ മുതൽ കേൾക്കുന്ന ഞാൻ സെർവർ പ്രോബ്ലം. ഇനി ആ വാക്കെന്റെ മുന്നിൽ കേട്ടുപോരുതോ, അടിച്ച് പഞ്ചറാക്കും. ഒന്നും മിണ്ടായിരിക്കേരി. ചേട്ടാ, 2 മട്ടൻ ബിരിയാണി. ശരി സാർ. മട്ടൻ വേണ്ട, ചിക്കൻ മതി. എടാ, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ തീരുമാനിച്ചതാ ഉച്ചയ്ക്ക് ഒരു മട്ടൻ ബിരിയാണി കഴിക്കണമെന്ന്. എത്രയാ മട്ടൻ ബിരിയാണിക്ക്? 450. വീണ്ടും 450. ഇനി മിണ്ടി പോകരുത് ഇവിടെ 450 കാര്യം, മനസ്സിലായല്ലോ? ശരി, ഒരു മട്ടൻ ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണിയും കൊണ്ടുപോ. ശരി സാർ. അല്ലെങ്കിൽ വേണ്ട, ഒരു മട്ടൻ ബിരിയാണി ഒരു എഗ് ബിരിയാണി മതി. അല്ലെങ്കിൽ വേണ്ട, ഒരു മട്ടൻ ബിരിയാണി ഒരു വെജിറ്റബിൾ ബിരിയാണി അത് മതി. ഓ, മനുഷ്യനെ നാണം കെടുത്തുമല്ലോ. അല്ലെങ്കിൽ പിന്നെ വില കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? ചേട്ടൻ പൊയ്ക്കോ, നാണം കെടുത്താതെ ഹരി. അതല്ലടാ, കഴിഞ്ഞ തവണ വെജ് ബിരിയാണി കഴിച്ചിട്ടേ എന്റെ വയറ് കേടായി. അതുകൊണ്ടാ ഞാൻ. നമുക്ക് അശോകന്റെ കടയിൽ നിന്ന് ചായ കുടിച്ചാൽ മതിയായിരുന്നു. നീ ഒന്നും മിണ്ടായിരുന്നേ, അയാളിപ്പോ കൊണ്ടുവരും.
ഇവൾ ഇതുവരെ പൈസ അയച്ചില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കാം. നിന്നെ ഞാൻ വിടുമെന്ന് കരുതണ്ട ഫ്രോഡെ. ഈ ഹരികൃഷ്ണൻ ആരാണെന്ന് നിനക്കറിയില്ല. എങ്ങനെയുണ്ട് മട്ടൻ ബിരിയാണി? നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടായി. കഴിക്ക്. അല്ല, മട്ടൻ ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പർ. ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. അതെ, ടേസ്റ്റ് ചെയ്യണമെങ്കിലേ വേറെ ഓർഡർ ചെയ്ത് കഴിക്കും. ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് എന്താടാ, ഒരു കഷ്ണം മട്ടൻ തരാനുള്ള സ്നേഹം പോലും ഇല്ല നിനക്ക്. കഴിച്ചോ, ഹോസിന് കിട്ടുന്നതല്ലേ. കത്തി ബില്ല് തന്നെ. നിനക്കിപ്പോ തൃപ്തിയായല്ലോ. ഏതായാലും മട്ടൻ ബിരിയാണി കൊള്ളാം. നീ കേർ. ഇങ്ങോട്ട് നീക്കി വെക്ക്. അവിടെ വെച്ചാൽ എന്തൊക്കെയുണ്ട് മോളെ? സുഖമായിരിക്കുന്ന? സുഖമായിട്ടിരിക്കുന്നങ്ങളെ. വാ, അകത്തിരിക്കെ, ഒരു കാപ്പ് കുടിക്കാം. ഇപ്പൊ വേണ്ടങ്ങളെ, ഇവളൊരു മട്ടൻ ബിരിയാണി വാങ്ങി തന്നേ ഉള്ളൂ. വയറ് ഫുള്ളാ. എന്നാ ഞാൻ പൊക്കോട്ടെ. സൂക്ഷിച്ചു പോണം മോളെ. ശരി അങ്ങളെ. മാറ്. വേണ്ട, ഞങ്ങൾ എടുത്തു വെച്ചോളാം. നീ അവിടെ പോയിരിക്കും. അച്ഛൻ അവിടെ പോയിരിക്കും, ഞങ്ങൾ എടുത്തു വെച്ചോ. ഞാൻ എടുത്തു വെച്ചോളാം. ഇങ്ങ് വന്നേ. ഇത് പറഞ്ഞാ മനസ്സിലാവായിരുന്ന പിന്നെ എന്ത് ചെയ്യാ? ചേട്ടാ, ഇവിടത്തേക്ക് ഇത്രേ സ്റ്റോക്ക് ഉള്ളൂ. ഓ, തിരിച്ചു വരുമ്പോ കാലിക്കാൻ എടുത്തോളാം. ശരി അമിത്. എന്തായി മോളെ പോയ കാര്യം? അച്ഛാ, പ്രിയയുടെ അച്ഛൻ പറഞ്ഞത് ലോണൊക്കെ കിട്ടും. പക്ഷേ അച്ഛന്റെ മനസ്സ് വിഷമിക്കുമല്ലോ എന്ന് കരുതി സത്യം പറയാതിരിക്കണ്ട മോളെ. ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞ കാണും മാനേജര്, അല്ലേ? അത് അച്ഛൻ എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞില്ല, ഊഹിച്ചു. ഈട് വെക്കാൻ പ്രോപ്പർട്ടി വല്ലതും ഉണ്ടെങ്കിൽ. നമ്മുടെ കയ്യില് വസ്തുവൊന്നും ഇല്ലല്ലോ എന്ന് വിഷമിക്കുകയാണോ അച്ഛൻ? അല്ല മോളെ, നമുക്കുമുണ്ട് സ്വന്തമായിട്ട് 1 ഏക്കർ ഭൂമി. അതൊരു വലിയ കഥയാ മോളെ. കേക്കട്ടെ അച്ഛാ. നിന്റെ അമ്മയുമായിട്ട് എന്റെ കല്യാണാലോചന നടക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ 1 സെന്റ് ഭൂമി പോലുമില്ല. അന്ന് നിന്റെ മുത്തച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഒരാൾക്ക് എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന്. ഞാൻ എന്റെ അമ്മയെ തനിയെ വിളിച്ചു ചോദിച്ചു, എനിക്ക് വേണ്ടി ഒരു 2 വർഷം കാത്തു നിൽക്കാമോ പത്മാവതി എന്ന്.
2 വർഷമല്ല, ഒരു ജന്മം മുഴുവൻ കാത്തിരുന്നോളാന്ന് എന്റെ അമ്മ പറഞ്ഞു കാണും. അത് തന്നെയാ മോളെ നിന്റെ അമ്മ പറഞ്ഞത്. എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കാനുള്ള വാശിയില്ലേ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന്റെ സഹായത്താൽ ഗൾഫിലേക്ക് പോയി. അവിടെ ജോലി ചെയ്ത് സമ്പാദിച്ച കാശൊക്കെ ഞാൻ നിന്റെ അമ്മയുടെ പേർക്ക് അയച്ചു കൊടുത്തു. പത്മാവതി അത് സ്വരൂപിച്ചു വെച്ചു. 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന ഞാൻ നാട്ടിൽ അവളുടെ പേരിൽ 1 ഏക്കർ ഭൂമി വാങ്ങി. എന്നിട്ടാ ഞങ്ങളുടെ വിവാഹം നടന്നത്.